കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത കേട്ടു. വാർത്ത കേട്ടിട്ട് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു ഞെട്ടലോടുകൂടിയാണ് ആ ഒരു വാർത്ത കേട്ടത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷണൽ സ്പീക്കറുമായിട്ടുള്ള ഫിലിപ്പ് അമ്പാട്. ഈ പേര് അത്ര സുപരിചിതമായിരിക്കത്തില്ല, പക്ഷെ ആളെ കണ്ടാൽ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹമാണ് ആള്. ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇദ്ദേഹത്തിനെ ഇപ്പോൾ പോക്സോ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ആലോചിക്കണം, ഇദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഒരു ജോലി രാജിവെച്ച് ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് വേദികളിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് മോട്ടിവേഷൻ സ്പീച്ചസ് ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ഈ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ഒരു ന്യൂസ് ഒന്ന് കാണാം. ഇതിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിക്ക് കൗൺസിലിങ്ങും മറ്റും ആവശ്യമായ സാഹചര്യമായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഫിലിപ്പ് അമ്പാടിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിൽ എത്തിക്കുകയും ഫിലിപ്പ് അമ്പാട് ആ കുട്ടിയെ കാസർഗോഡും മറ്റും കൊണ്ടുപോയി ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഈ ഒരു സംഭവം സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിങ്ങിൽ കുട്ടി ചൈൽഡ് ലൈനെ അറിയിക്കുകയും അല്ലെങ്കിൽ അവരോട് വെളിപ്പെടുത്തുകയും തുടർന്ന് ചെവയാർ പോലീസിന് മുമ്പാകെ പരാതി എത്തുകയും അങ്ങനെയാണ് ഈ ഒരു കേസ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. നമുക്കത് പോക്സോ കേസായതുകൊണ്ട് നമുക്ക് മുഴുവൻ കാര്യങ്ങൾ പോലീസിൽ നിന്ന് ലഭ്യമാവാനും അതുപോലെ പങ്കുവയ്ക്കാനും പരിമിതികളുണ്ട്. പക്ഷേ കേസ് ഇൻ എ നട്ട്ഷൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്പോൾ ഇതാണ് ന്യൂസ്. ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ന്യൂസ്. മേ ബി ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതിരിക്കാം. എന്താണെങ്കിലും പുള്ളി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. സീരിയസ്ലി എനിക്കിതങ്ങോട്ട് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരുപാട് സ്പീച്ച് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിനകത്തൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, അമ്മയെ പറ്റി എല്ലാ വേദികളിലും വാചാലനാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികളാവണമെന്നില്ല റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള വീക്ക്നെസ്സുകളും അവർക്ക് ഉണ്ടാവും. എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അറിയത്തില്ല. സോ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിങ്ങിന്റെ ഇടയിൽ, എന്ന് വെച്ചാൽ ചൈൽഡ് ലൈൻ ഈ സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ അവർ ചോദിച്ചപ്പോൾ കുട്ടി വെളിപ്പെടുത്തിയതാണ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ചൈൽഡ് ലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു നിയമമാണ് നമ്മുടെ ഈ ഒരു പോഷ്കോ. ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു നിയമമാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ കാണാതെ പുറത്ത് അവർ തന്നെ ഒതുക്കി വെക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, ഈ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കലാപരിപാടികൾ നടക്കാറുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഈ ചൈൽഡ് ലൈന് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി ഇതുപോലെ ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ മൊഴി എടുക്കാൻ വേണ്ടി സ്കൂളിൽ ചെന്നു. സ്കൂളിൽ നിന്നാണ് മനസ്സിലായത് ഈ പെൺകുട്ടി ഈ ഒരു അബ്യൂസിന് ഇരയായിട്ടുണ്ട്. അങ്ങനെ ഇവൻ പോയിട്ട് മൊഴി എടുക്കുകയാണ്. മൊഴി എടുത്ത സമയത്ത് ഈ പെൺകുട്ടി പറയുന്നത് അച്ഛൻ്റെ പേരാണ്. അച്ഛൻ്റെ പേര് പറഞ്ഞു. ഇവൻ ഈ കുട്ടി പറഞ്ഞത് വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കേസുമായി. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ കൊച്ചിന് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. സത്യത്തിൽ ഈ കുഞ്ഞിനെ ദ്രോഹിച്ചത് അച്ഛനായിരുന്നില്ല. സോ കേസ് തിരിഞ്ഞു, ഇവന്റെ തലയിലായി. മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അച്ഛനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഇവനെതിരെ കേസായി. അവർ മാനനഷ്ടത്തിന് കൊണ്ട് കേസ് കൊടുത്തു. ഇവന്റെ ജോലി വരെ തെറിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയതായിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴും അതിന്റെ കേസൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് അവരുടെ ഫാമിലി തന്നെയുള്ള വേറെ ആരോ ആയിരുന്നു. അപ്പൊ പലപ്പോഴും കുട്ടികൾക്ക് വേണമെങ്കിൽ തെറ്റുപറ്റാം. സോ ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇയാൾ നിരപരാധിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഈ ഒരു കഥ പറഞ്ഞത്. ഇങ്ങനെയും സംഭവിക്കാം. ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് ഈ പോക്സോ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കാര്യത്തിലോട്ട് വരാം. ഈ പുള്ളിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഴവിൽ മനോരമയുടെ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രോഗ്രാമാണ്. അതിനകത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്നാണ് ഇദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഈ കോലം ഒന്നും വരുന്നില്ലാണ്ട് ഈ ഒരു കോലമായിരുന്നു. അതിന്റെ ആങ്കർ നമ്മുടെ ശ്വേതാ മേനോനായിരുന്നു. അന്ന് ആ ഷോയിൽ ഇവർക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ഭാര്യയ്ക്ക് ഒരു കത്ത് എഴുതുക എന്നുള്ളത്. പുള്ളി അന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്ത് ഭയങ്കരമായിട്ട് വൈറലായതാണ്. കേട്ടിരിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ ടച്ച് ചെയ്തൊരു കത്താണ്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെ തന്നെയാണ്. കേട്ടിരിക്കുന്ന ആളുകളെ നല്ല രീതിയിൽ ടച്ച് ചെയ്യും. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് കരയും. ആ തരത്തിലുള്ള പ്രസംഗമാണ് ഇദ്ദേഹം നടത്തുന്നത്. അന്ന് അദ്ദേഹം എഴുതിയ കത്തിന്റെ ഒരു ഭാഗം ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം. മനസ്സില്ല മനസ്സോടെ നിന്ന എൻ്റെ കൈപിടിച്ച് 8 മാസത്തെ വയറുമായി നീ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെത്തിയ നിമിഷം ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയതിന് പിന്നിൽ നീ ഒന്നു മാത്രമാണ്. ഞാൻ കാരണം പലതവണ നിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഈ കത്ത് വായിക്കുമ്പോൾ നിൻ്റെ കണ്ണ് നിറയുകയാണെങ്കിൽ ആ കണ്ണുനീർത്തുള്ളിയിൽ എൻ്റെ സ്നേഹത്തിൻ്റെ നനവുണ്ട്. ഇരുട്ട് നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു മെഴുകുതിരി നാളം പോലെ നിറഞ്ഞു പ്രകാശിക്കുവാൻ
വന്ന നിന്നെ പലതവണ ജീവിതത്തിൻ്റെ പോരായ്മകൾക്ക് നടുവിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. കൂടുതൽ പ്ലേ ചെയ്താൽ കോപ്പിറൈറ്റ് കിട്ടും. മഴവിൽ മനോരമയുടെയാണ്, സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും, കംപ്ലീറ്റ് സാധനം കിട്ടും. ഇതായിരുന്നു പുള്ളിയുടെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കണ്ടത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ്. ആ സമയത്ത് ഇദ്ദേഹം പോലീസ് ഓഫീസറാണ്. പിന്നീട് ഇദ്ദേഹം ഈ പോലീസ് ജോലി രാജിവെച്ച് മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പോവുകയാണ്. അതിനെപ്പറ്റി, അത് രാജിവെക്കാനുള്ള സാഹചര്യത്തെ പറ്റിയും ഇദ്ദേഹം വേറൊരു വേദിയിൽ പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം. ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്. 100 SIമാരുടെ പല സ്റ്റേഷൻ. അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല, ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക് ഇല്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റിൽ പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ, കത്തി കയറുന്നൊക്കെ പറയും. ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും, എടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക, മടുത്തണമെന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 മന്ത് വരെ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷേ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരുന്തമണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേര് എന്നോട് പറയും, സാർ ആ പോലീസ് നിങ്ങളെ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട്, ഞങ്ങളിൽ വിഷമമുണ്ട് എന്നൊക്കെ പലരും പറയും. പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോഴും ഞാൻ പോലീസുകാരനാണ്. മനസ്സുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു പോലീസുകാരനുണ്ട്. സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയിട്ട് 19,500 രൂപ ശമ്പളമുള്ള തൻ്റെ ജോലി കളഞ്ഞ് സമൂഹത്തിലോട്ട് ഇറങ്ങിയ ഒരു വ്യക്തി ഇപ്പോൾ പോക്സോ കേസിൽ പ്രതിയായി. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കാര്യം സീരിയസ്ലി വിശ്വസിക്കാൻ, ഇങ്ങനെ പോലുള്ള ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വേറൊരു സ്പീച്ചും കൂടെ ഞാൻ കാണിക്കാം. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ലഹരിക്കെതിരെയായിരുന്നു. കാരണം ഇദ്ദേഹം ഒരു സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാവാം ഈ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അങ്ങനെ ഒരു മാർഗവും കൂടി ചൂസ് ചെയ്തത്. അതിനെപ്പറ്റി സംസാരിക്കുന്നതോടെ ഞാൻ വെക്കാം. എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം. എൻ്റെ ശരീരത്തിന് ഷർട്ട് അഴിച്ചാൽ ഏകദേശം ഒരു 25ഓളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാനുണ്ടാവും. അതെല്ലാം എൻ്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകൾ, സമൂഹം എനിക്ക് തന്ന മുറിപ്പാടുകളാണ്. അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ പ്രഹരങ്ങളാണ്. പക്ഷെ ഇന്നതെല്ലാം ജീവിതത്തിന്റെ മുൻപോട്ട് എന്നെ നയിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. ഇന്ന് ഒരുപക്ഷെ ഇപ്പൊ ഞാൻ കേരള പോലീസിന്റെ ഭാഗമല്ല, നിങ്ങളെപ്പോലെ ഞാനൊരു സിവിലിയനാണ്. 7 വർഷവും 2 മാസവും സർവീസ് നിലനിൽക്കെ രാജി എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. ഒരു ഫിലിപ്പമ്പാടിനെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ അത് കേരള പോലീസിന് വലിയ നഷ്ടമൊന്നുമല്ല. ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിൽ 100 സബ് ഇൻസ്പെക്ടർമാർ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട്. പക്ഷേ എന്നെ പോലെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സംസാരിക്കാൻ ഒരു പക്ഷേ ഫിലിപ്പമ്പാട് റിക്രൂട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞത് വരില്ല. എൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് പങ്കുവെക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാറ്. ഇന്ന് സർക്കാർ സംവിധാനത്തിൽ 86,000 രൂപ അവസാനത്തെ ശമ്പളം വാങ്ങിയ 6 മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിൽ നിന്ന് രാജി എഴുതി കൊടുത്ത് പുറത്തു പോകുന്നു. ഇന്ന് 60,000 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു സർക്കാർ പെൻഷൻ ആയ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ഒരു ദിവസം 1 lakh rupees മോട്ടിവേഷൻ മേഖലയിൽ നിന്ന് ഒരു ദിവസം ഞാൻ സമ്പാദിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ 60,000 രൂപ പെൻഷനും കിട്ടും, ഒരു ദിവസത്തെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് 1,00,000 രൂപയും കിട്ടും. അപ്പൊ ലാഭം ഇത് തന്നെ, നേട്ടമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ പറ്റി പറയുന്നതാണ്. ഏത് വേദികൾ കിട്ടിയാലും ഇദ്ദേഹം അമ്മയെ പറ്റി വാദോരാ സംസാരിക്കാറുണ്ട്. അമ്മ ഇത്രയും സ്നേഹിക്കുന്ന ഒരു മകൻ, എനിക്കൊന്ന് 2 കുട്ടികളുടെ അച്ഛനാണ് ഇദ്ദേഹം. അങ്ങനെ ആ ഒരു വ്യക്തി ഇത് ചെയ്യൂ. ഞാൻ ഇതെല്ലാം കൂടെ ഇങ്ങനെ കേട്ടപ്പോഴാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ആയി പോകുന്നത്. ഇദ്ദേഹം അമ്മയെ സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി, അമ്മയെ ഇത്രയും നല്ല രീതിയിൽ നോക്കുന്ന ഒരു മകൻ. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണും. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനവും സഹനം അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. 29 കിലോ മാത്രം തൂക്കമുള്ള, ഒരു കാതിൽ മാത്രം കമ്മല് ധരിക്കുന്ന, റോഡ് ഗോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന, ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ. മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. എന്നെ കാണുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ മക്കളും നോക്കി അല്ലേ, ഇതുപോലൊരു കേബിൾ വയർ അമ്മയുടെ വയറ്റിന്ന് നമ്മുടെ മേത്തോട്ട് ഇങ്ങനെ ഇട്ട് തന്നായിരുന്നു ഒരു കേബിൾ വയർ അല്ലേ. ആ കേബിൾ വയറിലൂടെയാണ്
അന്നജനം, വിറ്റാമിൻ, പ്രോട്ടീൻ, ജലാംശം എല്ലാം നമ്മൾ ഉമ്മയുടെ മേത്തുനിന്ന് ഊറ്റി വലിച്ചെടുത്തു അനുവാദമില്ലാതെ. 9.5 മാസം കഴിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രം ഈ കേബിളിനെ കട്ട് ചെയ്തു, കൂട്ടിക്കെട്ടി. വലത് കൈ ഉപയോഗിച്ച് ഒന്ന് പരിശോധിച്ചാൽ അറിയാം, 1/2 ഇഞ്ച് ആഴത്തിലൊരു കുഴിയുണ്ട് ഇവിടെ. 18 കിലോയ്ക്ക് മുകളിലാണ് നീ ഇവിടെ മർദ്ദം കൊടുക്കുന്നതെങ്കിൽ നിനക്ക് മരണം സംഭവിക്കും. കളരി വരുമെങ്കിൽ ഏറ്റവും വലിയ മർമ്മമാണ് 1-ാം മർമ്മം പുക്കിൾക്കൊടി. ഇത് തലയുടെ പുറകിലോ ചെവിയുടെ പുറകിലോ മുതുകത്തോ ഒന്നുമല്ല സൃഷ്ടിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ സെക്ഷുവലൈസ് ചെയ്യപ്പെടുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ നമ്മുടെ സിനിമകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ സിനിമകളിലാണ് ഈ വയറ് കാണിച്ചിട്ടുള്ള എക്സ്പോസിങ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇതിനെ ഇങ്ങനെയും ഒരു വശമുണ്ട്, ഇതിനെ ഇങ്ങനെയും സെക്ഷുവലൈസ് ചെയ്യാമെന്ന് കാണിച്ചു തന്ന സിനിമകളാണെന്ന് തോന്നുന്നു. അതാ പറയുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുന്ന ഒരു ഭാഗമാണത്. നീ അമ്മയെ ഓർക്കണം, നീ മാതാവിനെ ഇങ്ങനെ ഓർക്കണം. ഏത് സമയത്തും പേറ്റുനോവിൻ്റെ ഓർമ്മകളും രോചനവും നിനക്ക് ഓർമ്മ ഇങ്ങനെ വരണം. അതിനെ തന്നിരിക്കണേ. ലോകത്തിലെ ഏറ്റവും വലിയ ഡാൻസർ എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ വെല്ലുവിളിച്ചു ലോകത്തിനെ. ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ റോയാലിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ സമ്പന്നനായ അമേരിക്കൻ ഡാൻസർ മൈക്കിൾ ജാക്സൺ ലോകത്തിൽ അണ്ണാ ഡാൻസർ അല്ല. എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മൈക്കിൾ ജാക്സൺ ഒരു ഡാൻസർ ആണ് എന്ന്. എന്നാൽ അദ്ദേഹം ഒരു പോപ്പ് ഗായകനാണ്, അല്ലാതെ ഡാൻസർ അല്ല. പാട്ടിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പുകളെല്ലാം ഫേമസ് ആണ് എങ്കിൽ പോലും അദ്ദേഹം ഒരു ഗായകനാണ്. ജാക്സൺ ലോകത്തിനെ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളിച്ചേ? എൻ്റെ ഈ വയറ്റിലെ പുക്കളിനെ മായ്ച്ചു കളയണം പ്ലാസ്റ്റിക് സർജറിയിലൂടെ. മേടയിൽ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ യുവാക്കൾ എന്നെ കണ്ട് നൃത്തം ചെയ്യണം, മതിമറക്കണം. അതുകൊണ്ട് പുക്കിൾ കൊടി പാടില്ല. നോക്ക്, 174 രാജ്യമുണ്ട് പ്രപഞ്ചത്തിൽ. ഏറ്റവും ചെറിയ വത്തിക്കാൻ മുതൽ ഏറ്റവും വലിയ റഷ്യ വരെ പരന്നു കിടക്കുന്നു. 14 ഡോക്ടർമാർ ഒത്തുകൂടുന്നു ഷിക്കാഗോയിൽ. ലോറൽ മേരി മാതാ ഹോസ്പിറ്റലിന്റെ ശീതീകരിച്ച ഐസിയു തിയേറ്ററിനകത്ത് മൈക്കിൾ ജാക്സന്റെ അപരനെ കണ്ടെത്തുന്നു. അതേ രക്തഗ്രൂപ്പും പ്ലാസ്മയുള്ള ആളെ കണ്ടെത്തുന്നു. എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഒരു വെള്ളിയാഴ്ച ദിവസം 11 മണിക്ക് 14 സംഘം ഡോക്ടർ സംഘങ്ങൾ സർജറി നടത്തുന്നു വയറിൽ. ആ സർജറി പരാജയപ്പെട്ടു പോകുന്നു. 14 ദിവസം മാത്രം നീണ്ടു നിന്നു ഇതിന്റെ വിജയം. പിന്നെ പൊക്കിളിഞ്ഞിട്ടും അണുബാധ ഉണ്ടാകുന്നു. വൈദ്യശാസ്ത്രം ശിരസ് കുനിക്കുന്നു. ആണിനെ പെണ്ണാക്കാം, പെണ്ണിനെ ആണാക്കാം, എല്ലാ ഇന്റേണൽ ഓർഗൻസും മാറ്റിവെക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പക്ഷേ മാതാവിന്റെ പുക്കിൾക്കൊടി ബന്ധം ഒരു വൈദ്യശാസ്ത്രത്തിനും നാളിതുവരുമായി മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം ലോകം തിരിച്ചറിയുന്നു. അതുകൊണ്ട് എൻ്റെ മുന്നിരിക്കുന്ന മക്കള് എല്ലാവരും ഓർത്തോളൂ, ഉമ്മയെ വേദനിപ്പിക്കരുത്. ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെല്ലി ബട്ടൺ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം ശരിയാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ബട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം ഉംബിലെക്ടോമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് വെച്ച് നമുക്ക് ബെല്ലി ബട്ടൺ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി തള്ളിയതാണോ എന്നറിയില്ല, ഈ അമ്മയുള്ള സ്നേഹം നാട്ടുകാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇദ്ദേഹം ഭയങ്കരമായിട്ട് അമ്മയെ പറ്റി എല്ലാ വേദികളിലും പറയാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ ഏതാണ്ട് ഒരു 6 വർഷം മുമ്പുള്ള ഏതൊരു വീഡിയോ ആണ്. ഏതൊരു സ്കൂളിൽ പോയപ്പോൾ നടത്തിയ ഒരു പ്രസംഗമാണ്. ഫ്ലവേഴ്സിന്റെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോഴും ഇദ്ദേഹം അമ്മയെ പറ്റി സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട്, 24-25 ആയത്തിൽ പറയുന്നുണ്ട്, ഉഫിന്ന്, പ്രായമായ മാതാവിനെ നീ ഛേ എന്ന് പോലും ഉച്ചരിക്കപ്പെടരുത്. എനിവേ, ഞാൻ അമ്മയെക്കുറിച്ച് എവിടെ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ആ സമയവും സാന്ദർഭ്യവും ഒന്നും നോക്കാറില്ല. എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിൽ പോലും അമ്മയെക്കുറിച്ച് പറയാതെ വേദിയിൽ നിന്ന് ഞാൻ ഇറങ്ങാറില്ല. കാര്യം എനിക്ക് അത്ര റിലേറ്റഡ് അമ്മയും ഞാനുമായിട്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന മകനാണ്. എന്നും ഒരു മടിയില്ല എനിക്ക് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ. ഇതൊക്കെ കാണുമ്പോഴാണ് സത്യമേതാ കള്ളമേതാന്ന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇദ്ദേഹം ഇനി ശരിക്കും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, അതോ ഇവൻ ഈ ഇത്രയും നാൾ കാട്ടിക്കൊണ്ടിരുന്നത് എല്ലാം ഫേക്ക് ആയിരുന്നോ എന്നുള്ള കുറേ ചോദ്യങ്ങൾ മനസ്സിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഈ പ്രോഗ്രാമിൽ തന്നെ അമ്മയെ പറ്റി പറഞ്ഞിട്ട് മഞ്ജു പിള്ളയൊക്കെ അവിടെ ഇരുന്ന് മാര കരച്ചിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട്. അന്ന സ്ഥിതിക്ക് അതോടെ കണ്ടോ, കോപ്പിറൈറ്റ് വരുമോ എന്നറിയത്തില്ല. വന്നൊരു വലിയൊരു സന്ദേശമാണ് അത്. പറയുന്നുണ്ട്, സൂര്യോദയത്തിനു മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന തിരുഹൃദയമാണ് ആര്? അമ്മ. തൊടിയിലെ വാടിക്കരഞ്ഞ ചെടികളുടെയും കരിയാപ്പിലിന്റെയും വാഴയുടെ ഒക്കെ ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് ഒരിക്കൽ പോലും ലഭിക്കാത്ത ഒരു മഹിളയാണ് ആര്? വിളമ്പിക്കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോ, മക്കളെ എനിക്കിത് ഇഷ്ടമല്ല മക്കളെ എന്ന് കള്ളം പറയുന്ന മാതൃസ്നേഹത്തിന്റെ തിടമ്പാണ് ആരാ പോലേട്ടാ? അമ്മ. ആരാ? അമ്മ. ഒരു അണ്ണാൻ കുഞ്ഞിനെ പിടിച്ച് നീ ഉമ്മറപ്പെട്ടിരുന്ന് താലോലിക്കുമ്പോ അമ്മ പറയും, മോനെ അതിനെ തുറന്നു വിട്, അതിന്റെ തള്ള അതിനെ കണ്ടില്ലെങ്കിൽ കരയും മക്കളെ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിന്റെ പറുദീസയാണ് ആര്? അമ്മ. നിന്റെ വിഴുപ്പലയ്ക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ രൂപത്തിന്റെ പേരാണ് അമ്മ. ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരുണ്ടിടനാഴികളിൽ ചുവരിനോടും ചാരത്തോടും തുണികളോടും മല്ലടിച്ച് ചൊക്കിച്ചൊളിഞ്ഞു പോയ ഒരു പഴന്തുണി കഷ്ണത്തിന്റെ പേരാണ് അമ്മ. ഒടുവിൽ ആ സാഗരം കളമൊഴിയുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും, അമ്മയില്ലാത്ത വീടേ അല്ല.
സോ കേട്ടല്ലോ, ഇതാണ് ഇദ്ദേഹത്തിന്റെ സ്പീച്ച്. അമ്മയെ പറ്റി ഇത്രയും പറയുന്നത്, ഒരു സ്ത്രീക്ക് ഇത്രയും ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തി, ഇത്രയും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലീസുകാരനായിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് സ്റ്റിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ എത്ര തവണ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന്. പക്ഷെ മറ്റൊരു തരത്തിൽ ചിന്തിക്കുവാണെങ്കിൽ, നമ്മൾ ഈ അടുത്തിടെ കുറെ ടീംസിനെ കണ്ടു, ഭയങ്കര മോട്ടിവേഷൻ കൊടുത്ത് നിന്നിട്ട് അവസാനം നാട്ടുകാരെ ഊഞ്ഞാൽ ആടിപ്പിച്ചിട്ട് പോകുന്ന കുറെ എണ്ണം. ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒന്നും. ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അങ്ങനെ കണ്ടെത്തി ഈ കേസിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടെന്ന് തെളിയുവാണെങ്കിൽ ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാതൃസ്നേഹവും ഈ സമൂഹത്തെ നന്നാക്കാനെന്നും പറഞ്ഞ് പോലീസ് യൂണിഫോം ഉപേക്ഷിച്ച് ജനങ്ങളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൈസ ഉണ്ടാക്കാനും നാട്ടുകാരെ പറ്റിക്കാനാണ് എന്ന് ഞാൻ പറയും, എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ മാത്രം. സോ കൂടുതലൊന്നും എനിക്കിനകത്ത് പറയാനില്ല. എന്താണെങ്കിലും തെളിയട്ടെ, ഇതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തട്ടെ. എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി.